एक रिक्वेस्ट है, बीच में गैप नहीं होना चाहिए कुर्सी का है। सब लोग आगे आके बैठेगा तो बहुत अच्छा है। ഹാപ്പി ഓണം സുഹൃത്തുക്കളെ. ONGC മലയാളി സമാജം മുംബൈയുടെ 2024 ഓണാഘോഷ പരിപാടികൾ ഇവിടെ സമാരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ അനുസ്മരിക്കേണ്ട ദിനമാണ്. നാം എല്ലാവരും ഇപ്പോൾ അനുസ്മരിക്കണം. അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഓണ പ്രോഗ്രാം ഇവിടെ സമാരംഭിക്കുകയാണ്. നമ്മൾ ഏത് പ്രോഗ്രാം ആരംഭിക്കുമ്പോഴും ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാവരും 1 മിനിറ്റ് നേരം എഴുന്നേറ്റ് നിന്ന് മൗനമായി ഈശ്വര പ്രാർത്ഥന. सब लोग खड़ा हो जाइए, 1 मिनट भगवान से प्रार्थना करेगा. Sit down please. अभी हमारा ONGC मलयाली समाजम का पूरा जो कमेटी मेंबर्स को मैं आगे बुला रहा है. ONGC മലയാളി സമാജത്തിൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും ഭാരവാഹികളും ഇപ്പോൾ ദയവായി മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിൽ ചിലർ കേരളത്തിൽ ഓണം ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. അവർ ഇതുവരെ എത്തിയിട്ടില്ല. ബോംബെയിലുള്ളവരെ ഏവരെയും ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ബോംബെയിലുള്ള ONGCയുടെ ഭാരവാഹികളും കമ്മിറ്റി മെമ്പേഴ്സുമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് മുഖ്യ അതിഥിയായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ഏറ്റവും പ്രിയങ്കരനും ബഹുമാനപ്പെട്ട നന്ദു പൊതുവാൾ സാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ മിക്കവാറും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഈ സമയം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് കേരളത്തിൽ നിന്ന് പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് റെജി രാമപുരം വന്നിട്ടുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പ്രകാശം പരത്തിക്കൊണ്ടാണ് നമ്മുടെ ഏതൊരു പ്രോഗ്രാമും നടത്തുന്നത്. അതായത് ദീപം തെളിച്ചുകൊണ്ടാണ് നമ്മൾ ഏതൊരു പ്രോഗ്രാം നടത്തുന്നത്. ലോകം മുഴുവനും പ്രകാശം പരക്കട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് അതിൻ്റെ മുമ്പിൽ. ഇപ്പോൾ നമ്മുടെ മുഖ്യ അതിഥി ശ്രീ നന്ദു പൊതുവാൾ സാറിനെ ദീപം കൊളുത്തുവാനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എന്ത് സാർ എല്ലാ അത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് കൈയടിച്ച്. അത് നമ്മുടെ മുഖ്യ ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്ന റെജി രാമപുരം. നമ്മുടെ ഏറ്റവും മികച്ച കോർഡിനേറ്റർ ശ്രീനാഥ് നായർ സാറാണ്. ശ്രീനാഥ് നായർ സാർ ഇപ്പോൾ വിളക്ക് കൊളുത്തുന്നതായിരിക്കും. ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രധാന കോർഡിനേറ്റർ ശ്രീനാഥ് ബാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഇപ്പോൾ ദീപം തെളിക്കുന്നതായിരിക്കും. അടുത്തത് ഞങ്ങളുടെ സെക്രട്ടറിയും ട്രഷററും ജോയിൻ്റായിട്ട് ദീപം കൊളുത്തുന്നതായിരിക്കും.
അടുത്തത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും കൂടെ ഇപ്പോൾ ദീപം കൊളുത്തുന്നതാണ്. ഇതുവരെ ചാൻസ് കിട്ടാൻ ആൾക്കാർ. आज थैंक यू वेरी मच. अभी हमारे एक मीन्स लाइट जलाने के लिए हमारा एक हेमंत कुमार एंड लता मैडम इधर हमारा गेस्ट है, वो लोग को बुला रहा है उधर एक लाइट जलाने के लिए. अभी हमारा सीनियर विनोदिनी मैडम और उनका हस्बैंड अभी आ रहा है. उसके साथ शशि सर है, हमारा सीनियर ONGC मेंबर है. अभी एक मिनट है. एक मिनट उधर इधर आइए सर, इबड़ सेंटर आइए. हमारा ऑफशोर का एक रिप्रेजेंटेटिव है संतोष बालन सर है. सर अभी ये जो लाइट जला रहा है अभी उनका वाइफ भी आइए प्लीज. संतोष बालन सर का वाइफ बेटा है क्या? बेटा भी आइए. ഇപ്പോൾ സന്തോഷ് ബാലൻ സാറും ജയ മാഡവും അവരുടെ മകനും ചേർന്ന് ഈ വിളക്ക് കൊളുത്തുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ഊഴം നമ്മുടെ യുവജനങ്ങളുടെ പ്രതിനിധിയായ ജോമിയാണ്. ജോമിയും ഭാര്യയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ജോമി ഞങ്ങളുടെ യുവ നേതൃത്വമാണ് ജോമിയും വൈഫും. ജോമി ഇവിടെ വന്നേ, ഇവിടെ ഒന്നുകൂടെ ഇവിടെ വന്നേന്ന് ഒന്ന് ആക്ഷൻ കാണിച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇവിടെ കൈകൊട്ടിക്കളി ഇല്ലാതെ മലയാളിക്ക് ഒരു ഓണമില്ല. കൈകൊട്ടിക്കളി മലയാളിയെ സംബന്ധിച്ച് ഓണവുമായിട്ട് അത്ര അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കളിയാണ്, നൃത്തമാണ്. കൈകൊട്ടിക്കളിയെപ്പറ്റി ഒരു രത്ന ചുരുക്കം നൽകുവാനായിട്ട് ഞങ്ങളുടെ ആക്റ്റീവ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശ്രീമതി ഷൈന പുരുഷോത്തമയും അതുപോലെ തന്നെ ONGC മലയാളി സമാജത്തിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന ശ്രീമതി ഷീല മോഹനെയും ഞാൻ വിളിച്ചുകൊള്ളുന്നു. ശ്രീമതി ഷൈന പുരുഷോത്തമൻ, ശ്രീമതി ഷീല മോഹൻ കൈകൊട്ടിക്കളിയെപ്പറ്റി ഒരു ചെറിയ വിവരണം ഇപ്പോൾ നൽകുന്നതായിരിക്കും. മിഡിൽ പോർഷൻ മാത്രമേ വായിക്കൂ. മലയാളം
Before we begin the Kaikoti Kali, Sheila Mohan and myself, Shaina Purushothaman, will just brief you about the Kaikoti Kali. Kaikoti Kali is a traditional folk dance performed by the girls and women of Kerala. It is played during the festival of Onam. As a group dance, several women come together, clapping their hands in rhythm and stepping gracefully to the beats. Disconnected. കൈയടിക്കുമ്പോൾ സംഗീതത്തിൻ്റെ താളത്തിനും പാട്ടിൻ്റെ വരികളും അനുസരിച്ച് നൃത്തച്ചുവടുകൾ വെച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവർ ഭംഗിയായി കേരളത്തിൻ്റെ പരമ്പരാഗത വസ്ത്രം ധരിച്ച് മുടി മുല്ലപ്പൂ മാലയാൽ അലങ്കരിച്ച് സുന്ദര രൂപികളായി നൃത്യത്തിൽ ചുവടുവെക്കുന്നു. അതാണ് കൈകൊട്ടി കളിയുടെ പ്രധാന ആകർഷണം. The simplicity, graceful steps, and the coordinated hand movements distinguish Kaikoti Kali from other dance forms. Now, I request Sushma Ravindran and her team to please come forward and perform the Kaikoti Kali. മഹാദേവനൊരു ദിവസം ആനയായി കാട്ടിൽ കളിക്കും കാലം പിടിയായി പിന്നാലെ പാർവതിയും ആർത്തു തീവർത്തു നടക്കും കാലം വേഗമേ ചെന്നങ്ങ ചോലക്കാട്ടിൽ വന്നു വീറന്നു ഗണപതിയും അരികത്തു വാഴും ഗണപതിയേ ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേ. സരസ്വതി പരിപാഹി പരാൽപരരൂപിണി മഞ്ജുള ഭാഷിണി വിധിരമണി പാശാങ്കുശവരദാഭയഹാരിണി പാപവിമോചിനി പാഹി കല്യാണി. സരസ്വതി പരിപാഹി പരാൽപരരൂപിണി മഞ്ജുള ഭാഷിണി വിധിരമണി. പൊൻചിങ്ങം വന്നല്ലോ പൊന്നോളി തൂകിയല്ലോ പൊന്നാര്യൻ ഗീതച്ചല്ലോ പൊന്നോണമായല്ലോ പൊന്നാര്യൻ ഗീതച്ചല്ലോ പൊന്നോണമായല്ലോ പൂന്തെന്നൽ വീശിടുന്നു പൂഗന്ധം പരത്തുന്നു
മാനം പൂർണ്ണേന്ദുവും പൂനീല തൂവെളിച്ച പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ മരതക പച്ച നിറത്തിൽ വരവർണ്ണിനിയായി പ്രകൃതി മരതക പച്ച നിറത്തിൽ വരവർണ്ണിനിയായി പ്രകൃതി മലരുകൾ നിറയും ഇളവുകൾ കൊയ്യും മനം നിറയ്ക്കും പൊന്നോണം മനം നിറയ്ക്കും പൊന്നോണം ഓണത്തിനൊരുങ്ങണം ഓരോന്നായൊരു കേണം ഓണത്തിനൊരുങ്ങണം ഓരോന്നായൊരു കേണം ഓണോത്സവമങ്ങാഘോഷിക്കാം ഒന്നിച്ചൊന്നായി നാടുന്നായി നന്നായി ഒന്നിച്ചൊന്നായി നാടുന്നായി ഓണത്തപ്പൻ വരും പൂവട നേദിക്കണം ഓണത്തപ്പൻ വരും പൂവട നേദിക്കണം ഓണക്കോടിയും ഓണസദ്യയും പലവിധ കറികളും രസമേളം അയ്യ പലവിധ കറികളും രസമേളം പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ മാവേലി വന്നനെ ഒന്നിച്ചെതിരേൽക്കണം മാനുഷരെല്ലാം ഒന്നായി മാനിച്ചെതിരേൽക്കണം മാനുഷരെല്ലാം ഒന്നായി മാനിച്ചെതിരേൽക്കണം മുറ്റം വേടിപ്പാക്കിടം മുറ്റം ചന്തം ചാർത്തിടം മുക്കുറ്റി കൂട്ടുമായി പൂക്കളം തീർത്തിടണം മുക്കുറ്റി കൂട്ടുമായി പൂക്കളം തീർത്തിടണം മലരോളി മഴവിൽ ചന്തം നാടാകെ നിറയ്ക്കണം മലരോളി മഴവിൽ ചന്തം നാടാകെ നിറയ്ക്കണം മലയാളി തന്നോണം എന്നും ഉത്സവമാക്കി തീർക്കണം അയ്യ ഉത്സവമാക്കി തീർക്കണം അയ്യ ഉത്സവമാക്കി തീർക്കണം സരസലോചന മരേ നാം ചാരുതരമൊരു പാട്ടുപാടാം സരസലോചന മരേ നാം ചാരുതരമൊരു പാട്ടുപാടാം ഒന്നാമതായി സ്വയംവര പന്തലിലേറി ഗണപതി പാലയ പാടി മുഖാരിയും സാവേരി തോടി സഖിമാരെ സാരസ്യം പൂണ്ടുടൻ നാരസ്യ ലീലകൾ ആലസ്യം അന്യനം പാടിടണം ആര്യൻ മോദം തലർത്തി കഴിച്ചിടണം നീലാവിലോചനെ ബാലികെ നാം ചാലാവെ കൈകൊട്ടി കുമ്മിയടി നീലാവിലോചനെ ബാലികെ നാം ചാലാവെ കൈകൊട്ടി കുമ്മിയടി കൊടിയുടുത്തും നീടിലത്തിൽ കുങ്കുമ വിട്ടും കരിമഷി കണ്ണിലണിഞ്ഞും മാറിൽ പല വലയണിഞ്ഞും കരങ്ങളിൽ ചെഞ്ചിലും കൊഞ്ചുന്ന കങ്കടമിട്ടവർ അഞ്ചതെ കുമ്മിയടിച്ചു പാടി നല്ല പഞ്ചമീയത്തിലേക്കു പാടി അഞ്ചാതെ കുമ്മിയടിച്ചു പാടി നല്ല പഞ്ചമീടത്തിലേക്കു പാടി നല്ല പഞ്ചമീടത്തിൽ ഏറ്റുപാടി ദേവാ തവ നാമം ചൊല്ലിടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവുകയാണെന്നുടെ സ്വപ്നമതെന്നും ദേവാ ശംഭോ ദേവാ
ശിവ പേരൂരമരും വടക്കും നാഥനെ എന്നും ഭക്ത്യാ കൈകൂപ്പിടുന്നേ ശ്രീ മഹാദേവ ശംഭോ ദേവ ശംഭോ ദേവ. Disconnected. അതിമനോഹരമായ കൈകൊട്ടിക്കളിയാണ് നടന്നത്. നിങ്ങളിവിടെ ശാന്തമായിട്ടിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നുന്നു. ഉറക്കെ ഒരു കൈ അടിച്ച്. തീർച്ചയായിട്ടും കൈകൊട്ടിക്കളി നടത്തിയ ടീമിനോട് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ കേരളത്തിലെത്തിയ ഒരു പ്രതീതിയായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഏതൊരു പ്രോഗ്രാമിനും അതിൻ്റെ ചില സിസ്റ്റമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗം ആണ്, നമുക്ക് ഒഴിവാക്കാൻ മേലാത്തതാണ്. ഏവരെയും ഒന്ന് സ്വാഗതം ചെയ്യുക എന്നുള്ളത്. സ്വാഗത പ്രസംഗത്തിനായിട്ട് സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് NK സുധാകരൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് എവരി വൺ. ONGC മലയാളി സമാജത്തിൻ്റെ 2024 ഈ ഓണാഘോഷ പരിപാടിയിൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ONGC മലയാളി സമാജം എല്ലാ വർഷവും ഓണാഘോഷ പരിപാടികൾ പല പല വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ട് ONGCയിലുള്ള മലയാളികളെയെല്ലാം ഒത്തൊരുമയോടുകൂടി മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ജാതിമത ഭേദമന്യേനെ എല്ലാ ആളുകളും ഒരുമയോടുകൂടിയും സൗഹൃദത്തോടുകൂടിയും കേരളത്തിലല്ല, കേരളത്തിൻ്റെ പുറത്തും ലോകത്തിലെവിടെയും മലയാളികളുണ്ടോ അവിടെയെല്ലാം ഓണാഘോഷങ്ങൾ വളരെ ഭംഗിയായി എല്ലാവരും നടത്തുന്നതാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഓണം കഴിഞ്ഞാലും മറുനാടുകളിൽ ഓണം പലപ്പോഴും മാസങ്ങളോളം നീണ്ടുകൊള്ളുവാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുള്ള ദിക്കുകളിലെല്ലാം ഓണത്തിന് പല പല ഗസ്റ്റുകളെയെല്ലാം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും അതെല്ലാം കൊണ്ട് മാസങ്ങളോളം ഓണം അങ്ങനെ ആഘോഷപൂർവ്വമായി നടത്തിക്കൊണ്ടിരിക്കുക. ബോംബെയിൽ തന്നെ പല പല മലയാളി സമാജങ്ങളുണ്ട്. പക്ഷേ എല്ലാ ദിക്കുകളിലും ഓണങ്ങൾ പല പല സമയങ്ങളിലായിട്ടാണ് നടത്തിക്കൊണ്ടുപോകാറുള്ളത്. പൂക്കളവും ഓണസദ്യവും ചേർന്ന് നമ്മുടെ മനസ്സുകളിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പൂക്കാലം വിരിയുന്ന ഈ ഓണാഘോഷം ഇന്ന് നമുക്ക് ഒന്ന് ചേർന്ന് ആഘോഷിക്കാം. നമ്മുടെ ഇന്നത്തെ ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ നന്ദു പൊടുവാൾജിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓണാഘോഷത്തെ ഹാസ്യം കൊണ്ട് ആവേശമാക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് റെജി രാമപുരത്തെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൈകൊട്ടിക്കളി ഇല്ലാത്ത എന്ത് ഓണം എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു. കൈകൊട്ടിക്കളി പെർഫോം ചെയ്യാൻ വേണ്ടി ഇവിടെ ഇന്ന് എത്തിയിട്ടുള്ള എല്ലാ കലാകാരികളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Without wasting any more time, on behalf of ONGC Malayali Samajam, I welcome everyone once again to the exciting Onam celebration followed by the traditional Sadhya. Thank you. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനോഹരമായ പാലട പ്രഥമൻ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു ഗ്ലാസ് പാവയ്ക്ക ജ്യൂസ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് കുടിച്ചോളാൻ പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതേ അവസ്ഥയിലാണ് ഇവിടെ മനോഹരമായ പ്രോഗ്രാമുകൾ വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഓണം എന്നാൽ
എല്ലാവരും ഒന്നാണെന്നുള്ള ബോധം വേണം. ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് ഒന്നായിട്ട് നടക്കുക. ഇത്ര മാത്രം ഞാൻ പറയുന്നു. ഇന്നത്തെ മുഖ്യ അതിഥികളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്നിൽ ഞാനിപ്പോൾ ആ സമയത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട നന്ദു പൊതുവാൾ സാറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബോംബെയിൽ വർഷങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ നന്ദു സാറ്. നമുക്ക് പലർക്കും അറിയത്തില്ല. എന്നാൽ ഇവിടെ എയർ കാർഗോ സെക്ഷനിൽ നല്ലൊരു ജോലി കലയുടെ പേരിൽ നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ശ്രീ നന്ദകുമാർ പൊതുവാൾ എന്ന പേരുള്ള ആലുവ സ്വദേശിയായ നന്ദു പൊതുവാൾ എന്ന വ്യക്തി. അദ്ദേഹം 300-ലധികം മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഏറ്റവും മകുടമായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതായത് ഈ പ്രശസ്തമായ ഇന്ത്യൻ 2 പറയുന്ന ചിത്രത്തിൻ്റെ അതുല്യ നടൻ നെടുമുടി വേണു അത് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചുപോയത്. ആ സമയത്ത് അതിനൊരു പകരം വെക്കാൻ ഒരു നടൻ മറ്റാരെയും കിട്ടിയില്ല. നന്ദു പൊതുവാൾ സാറിനെയാണ് നെടുമുടി വേണുവിൻ്റെ തുടർന്നുള്ള റോള് ഇന്ത്യൻ 2 അവതരിപ്പിച്ച്. അത് അദ്ദേഹത്തിൻ്റെ നടന രംഗത്തെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം, ഈ സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ റോളൊന്നും അദ്ദേഹം എടുക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഈ അഭിനയവും ആക്ടേഴ്സും മാത്രമല്ല, നമ്മളെ ആക്ടേഴ്സിനെയും അഭിനേതാക്കളെയും ഡയറക്ടേഴ്സിനെയും മാത്രമേ കാണുകയുള്ളൂ. ഒരു സിനിമയുടെ നിർമ്മാണത്തിൻ്റെ മുഴുവൻ ചുമതലയും വഹിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ് അദ്ദേഹം. ഈ ജോബിൻ്റെ കൂടെ അഭിനയത്തിനേക്കാൾ ഉപരിയായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്നുള്ള ജോലിയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടുള്ള ജോലിയും നിർവഹിക്കാനായിട്ട് സ്വമേധയാ മുന്നോട്ട് വന്നതിനാലാണ് അഭിനയത്തിൽ അദ്ദേഹം കുറേ ഈ വലിയ റോളുകളൊന്നും എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നത്. അങ്ങനെ പ്രശസ്തമായ അനവധി ഹിറ്റ് സിനിമകളുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം നമ്മുടെ ശ്രീനാഥ് ബാലകൃഷ്ണൻ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇവിടെ ബോംബെയിൽ സ്ഥിരമായിട്ട് ഷൺമുഖാനന്ദ ഹാളിൽ പല പ്രോഗ്രാം നടത്തുമായിരുന്നു. അന്ന് ഈ നന്ദു സാറ് മിമിക്രിയുടെ ഒരു ആശാനായിരുന്നു. അബി, ദിലീപ്, പിഷാരടി എല്ലാവരും കൂടെ ചേർന്നിട്ട് സ്ഥിരമായിട്ട് ഇവിടെ മിമിക്രി നടത്തുമ്പോൾ അദ്ദേഹവും ആ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇവിടെ സ്ഥിരം പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഈ അതുല്യ നടനെ നമുക്ക് ലഭിച്ചത് നമ്മുടെ SP നായർ സാറുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ്. നമ്മുടെ ഓണം പ്രോഗ്രാമിന് വരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം യാതൊരു പ്രതിഫലവും വാങ്ങാതെ ഇവിടെ വന്ന് നമ്മുടെ മുമ്പിൽ ഈ മുഖ്യ അതിഥിയായിട്ട് ഇന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഈ സമയത്ത് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വ്യക്തിയാണ് ശ്രീ റെജി രാമപുരം. എന്നോട് നായർ സാറ് വിളിച്ചു പറഞ്ഞു, നമ്മുടെ റെജി വരും, TR റെജി എന്നാണ് എൻ്റെ ഓർമ്മ. KR റെജിയോ TR റെജിയോ അങ്ങനെ ഒരു പേരാണ് പറഞ്ഞത്. ഞാൻ യൂട്യൂബിലെല്ലാം തപ്പി നടന്നപ്പോൾ എനിക്കങ്ങനെ 2 റെജിമാരെ കാണുന്നുണ്ട്. എനിക്ക് നേരത്തെ അറിയായിരുന്നു, കൈരളി TV പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന റെജി രാമപുരത്തിനെ അറിയായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ റെജി പാലായും ഉണ്ട്. അപ്പം ഞാൻ നായർ സാറിനോട് വിളിച്ചു പറഞ്ഞു, 2 റെജിമാരെ കിട്ടി, ഒന്ന് റെജി പാല, ഒന്ന് റെജി രാമപുരം. അത് കഴിഞ്ഞിട്ട് മറ്റേ ആളിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നന്ദു സാറിനെ വിളിച്ചപ്പം പറഞ്ഞു, നന്ദു സാർ പറഞ്ഞു ഇതെല്ലാം ഒരാൾ തന്നെയാണ്. ഈ പുള്ളി റെജി രാമപുരം എന്നുള്ള പേരിലും അവതരിപ്പിക്കും, റെജി പാല എന്നുള്ള പേരിലും അറിയപ്പെടും. അദ്ദേഹം നല്ലൊരു ചിത്രകാരനായിരുന്നു. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഡിസൈനറായി, ആർട്ട് ഡിസൈനറായിട്ട് പ്രവർത്തിച്ചതിന് ശേഷമാണ് മിമിക്രി രംഗത്തേക്ക് വന്നത്. ഇന്ന് കൈരളി TVയിലും അതുപോലെ വളരെയധികം മെഗാ സ്റ്റേജ് പ്രോഗ്രാമിലും അദ്ദേഹത്തിൻ്റെ, ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം നടന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ നമുക്കറിയാൻ മേലാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അദ്ദേഹമാണ് ഒരു മലയാളി ആദ്യമായി ഒരു
മറാഠി ചിത്രത്തിൽ അഭിനയിച്ചത്. മറാഠി ചിത്രത്തിൽ അഭിനയിച്ച ആദ്യത്തെ മലയാളിയാണ് ശ്രീ റെജി രാമപുരം. ത്രിനേത്ര എന്ന് പറയുന്ന സിനിമയിലാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒത്തിരി സിനിമയിൽ അഭിനയിച്ചു. കുട്ടിയും കോലും, സ്നേക്ക് ആൻഡ് ലാഡർ, അങ്ങനെ അനവധി സിനിമയിൽ അഭിനയിച്ചു. ഇന്ന് വലിയ തിരക്കുള്ളൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. സ്ഥിരം യൂട്യൂബ് എന്ന് തുറന്ന് ഈ ഒരു പേരിട്ട് കഴിഞ്ഞാൽ 100 കണക്കിന് മിമിക്രി പ്രോഗ്രാമാണ് കാണുന്നത്. അദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചു. അദ്ദേഹവും ഈ നായർ സാറിൻ്റെയും നന്ദു സാറിൻ്റെയും സ്നേഹത്തോടെ ഉള്ള ക്ഷണം സ്വീകരിച്ച് സൗജന്യമായിട്ട് ഇവിടെ വന്ന് മിമിക്രി അവതരിപ്പിക്കുവാണ്. ഇവരെ 2 പേർക്കും വേണ്ടി ഒരു ഉജ്ജ്വലമായ കയ്യടി ഒന്ന് നടത്തിക്കും. ഇനിയുമേ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി. ഇനിയുമേ ഞാൻ ഇവിടെ ഒരു മുഖ്യ അതിഥിയെ അവതരിപ്പിക്കുകയാണ്. മുഖ്യ അതിഥി എന്ന് പറഞ്ഞ ചില്ലറയായ ആളായ വ്യക്തിയൊന്നുമല്ല, വലിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഓണം അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ പണ്ട് നമ്മുടെ മലയാള നാട് ഭരിച്ചിരുന്ന വ്യക്തിയാണെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. അന്ന് മനുഷ്യരെല്ലാവരും ഒന്നുപോലായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ കൈവിരൽ ഉയർത്തിയ ഒന്നല്ല, എല്ലാവരും ഒരേ മനോഭാവം, യാതൊരു ഉച്ചനീചത്വമില്ല, ജാതി വർഗ വർണ്ണ വിവേചനം ഒന്നുമില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല, എല്ലാവരും ഒരേ മനസ്സോടുകൂടി ജീവിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, എന്ത് സുന്ദര സുരഭിലമായ കാലഘട്ടം. നമ്മുടെ സ്വപ്നത്തിലേലും അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാകാനായിട്ട്, സ്വപ്നം കാണുവാനായിട്ട് നമുക്കൊരു മഹാബലിയുണ്ട്. ആ മഹാബലി തമ്പുരാനെ ഈ വേദിയിലേക്ക് ആനയിക്കുവാനായിട്ട് നമ്മുടെ നായർ സാർ കൊണ്ടുവരാനായിട്ട് പോയിട്ടുണ്ട്. അത് നായർ സാർ ഇപ്പം മഹാബലി തമ്പുരാനെ കൊണ്ടുവരും. നിങ്ങളെ എല്ലാവരും മഹാബലി വന്ന് ആശംസിക്കും. മഹാബലിയെപ്പറ്റി പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു മിത്ത് അനുസരിച്ച് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭാഗവത പുരാണത്തിലാണ് ഈ മഹാബലിയെ നമ്മൾ പുരാണങ്ങളിൽ കാണുന്നത്. ആ പുരാണത്തിലെ മഹാബലി തീർച്ചയായിട്ടും നമ്മളെ കാണുന്ന എവിടെയാണെന്നറിയാമോ? വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം നടത്തിയത് നർമ്മദാ നദിയുടെ തീരത്താണ്. അത് ഗുജറാത്തിലാണ്. ആ മഹാബലിയെ വാമനൻ വന്നിട്ട് സുതലമെന്ന് പറഞ്ഞ സ്വർഗത്തിലേക്കാണ് കയറ്റി വിട്ടത്. പക്ഷെ മലയാളിയുടെ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്കാണ് ചവിട്ടി താഴ്ത്തിയത്. ആ വ്യക്തിയെ നമുക്ക് എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആ മഹാബലി ഇപ്പോൾ നമ്മളെ ബ്ലെസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യാൻ എല്ലാവരും കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കണം. മഹാബലി കടന്നു വരിക. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല കാലം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല കാലം. ആധികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ട് എല്ലാവർക്കും ഇരിക്കാം. എൻ്റെ എല്ലാ പ്രജകൾക്കും ഓണാശംസകൾ. അടുത്ത വർഷവും ഇതുപോലെ ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് 75 പേർക്ക് ഓരോരോ സ്വീറ്റ് തന്നിട്ടുണ്ട്. अभी हमारा एक गेस्ट अभी स्टेज में आएगा. ये जो हॉल का ओनर है श्री गणेश राय हमारा सामने अभी आएगा.
और गणेश साहब हम लोगों को सबके लिए एक स्पेशल सीट भी स्पॉन्सर किया है। सब आइए, 1 मिनट आइए, हमारा एक खुशी का दिन है, आप इधर आइए। थैंक यू वेरी मच साहब। कुछ हमारे लिए बोलने के लिए मैं बोला है, लेकिन खुश है, सबसे बड़ी बात है वो, बहुत खुशी है। सबके लिए ओणम का बेस्ट विशेस। थैंक यू वेरी मच। अभी हमारा आज का मुख्य अतिथि नंदू साहब को मैं बुला रहा है। नंदू സാർ, പ്രശസ്ത സിനിമാ നടൻ നന്ദു പൊതുവാള് ഇപ്പോൾ നമ്മളെ ആശംസകൾ അറിയിക്കുന്നതായിരിക്കും. മുഖ്യ അതിഥി നന്ദു സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ചെറിയ ആൾക്കാരുള്ളെങ്കിലും ഒന്ന് കൈയടിക്കാം. ഓണാഘോഷമല്ലേ, ചെറുതാണെങ്കിലും ഓണമായിട്ട് ആഘോഷിക്കട്ടെ. വലിയ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേറെ ആളെ പ്രതീക്ഷിച്ചു. ഞാൻ വെറും ചെറിയൊരു കലാകാരനാണ്. ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി. പ്രത്യേകിച്ച് ശ്രീനാഥ് എൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള സുഹൃത്താണ്. ഞാൻ കുറേ വർഷം ബോംബെയിലായിരുന്നു. അന്ന് CGC താമസിക്കുമ്പോഴാണ് ശ്രീനാഥായിട്ടുള്ള കൂടുതൽ അടുപ്പം. എനിക്കിവിടെ ഒരു ഓർക്കസ്ട്രയൊക്കെ ഉണ്ടായിരുന്നു, തരങ്കിണി ഓർക്കസ്ട്ര. ഒരു മണി നായരായിരുന്നു അതിൻ്റെ സ്പോൺസർ. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, മരിച്ചിട്ട് 4 വർഷമായി. ആ കാലഘട്ടത്തിൽ സ്ഥിരം ഞാനിവിടെ തന്നെ ആയിരുന്നു. ഒരു 10-15 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഒരു ജോലിക്കാരനായിട്ട് നിന്നിരുന്നതാണ്. അന്ന് ഇവിടെ കലാപ്രസ്ഥാനങ്ങളും നടന്നിരുന്നു. ബോംബെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കലാകാരന്മാരെ വളർത്തിയ മലയാളികളാണ് ബോംബെ മലയാളികൾ. ചെറിയ കലാകാരനായി എന്നെ വളർത്തിയത് ബോംബെ മലയാളികളാണ്. എൻ്റെ സുഹൃത്തും സന്തത സഹചാരിയായിരുന്ന, ഇപ്പം ജീവിച്ചിരിപ്പില്ല, അബി. അവൻ വളർന്നതും ബോംബെയിൽ നിന്നാണ്. 3 വർഷക്കാലം ബോംബെയിൽ ജോലി ചെയ്തിട്ടാണ് അബി നാട്ടിൽ പോയത്. അപ്പോൾ അബിയുടെ വളർച്ചയും ഇവിടെ തന്നെയാണ്. അതുപോലെ ഒട്ടേറെ കലാകാരന്മാരെ വാർത്തെടുത്തൊരു പ്രസ്ഥാനമാണ് ബോംബെ. എൻ്റെ ചിത്രങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മുടെ പ്രസിഡൻറ്റ് പറഞ്ഞു, അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ചെറിയ ചെറിയ റോളുകളാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഞാൻ ത്രൂ ഔട്ട് റോൾ ചെയ്ത ഒരു പടം തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടുന്നു. ഇപ്പോൾ OTT മനോരമ മാക്സിലും പ്രൈമിലൊക്കെ വന്നിട്ടുണ്ട്. ഭരതനാട്യം, അത് വളരെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ്. കുടുംബസമേതം കാണാവുന്ന ഹാസ്യ, ചിന്തിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായൊരു ചിത്രമാണ്. അത് കാണണം, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഏതായാലും ONGC മലയാളി സമാജത്തിൻ്റെ ഈ ഫംഗ്ഷന് വരാൻ സാധിച്ചു, പങ്കുചേരാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. ശ്രീ വിളിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ശ്രീ എന്താണെന്ന് വെച്ചാൽ ഫിക്സ് ചെയ്തു, ഞാൻ വന്നോളാം എന്നാണ് പറഞ്ഞു. അതുപോലെ എൻ്റെ സുഹൃത്ത് റെജി വളരെ തിരക്കുള്ള. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓണമില്ല. ഓണമെല്ലാം വയനാടിനോടൊപ്പം പോയതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രോഗ്രാമും ഉണ്ടായിരുന്നില്ല. റെജിയൊക്കെ മാസത്തിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഈ ഓണക്കാലമായിട്ട് വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. കാരണം ഒരു പ്രോഗ്രാമും എല്ലാം വയനാടിനോടൊപ്പം. അതുകൊണ്ട് ഓണത്തിന് വെളിയിലും കേരളത്തിന് വെളിയിലാണ് കൂടുതൽ ആഘോഷം. പ്രത്യേകിച്ച് ബോംബെയിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാസവും ഇവിടെ ഓണാഘോഷമാണ്. ഇനിയും തീർന്നിട്ടില്ല, ഇനിയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓണാഘോഷത്തിന് പങ്കെടുക്കാൻ സാധിച്ചത്, ആദ്യമായിട്ടാണ് ഒരു ഓണാഘോഷത്തിന് ഈ വർഷം പങ്കെടുക്കുന്നത്. വളരെ നന്ദി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്ന ഓണാശംസകൾ. ഇനിയും എൻ്റെ സിനിമകൾ കാണണം. എൻ്റെ സീരിയലുകൾ കണ്ട് പ്രോത്സാഹിപ്പിച്ച പലരും ഇവിടെ എന്നോട് പറഞ്ഞു, വാനമ്പാടി. അതിനുശേഷം സിനിമകൾ ഇഷ്ടമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഗുമസ്തൻ. ചിത്രങ്ങൾ കണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നന്ദി. ബഹുമാനപ്പെട്ട നന്ദു സാറിനെ അഭി ഞങ്ങളുടെ ഏറ്റവും മെയിൻ ഓർഗനൈസറായ SB സാറും ഭാര്യയും കൂടെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. ബിന്ദു S നായർ മാഡത്തിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീനാഥ് ബാലകൃഷ്ണൻ സാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്രീ നന്ദു പൊതുവാള്. അവർ 2 പേരും കൂടെ പൊന്നാട അണിയിച്ച് ഇപ്പോൾ സാറിനെ ആദരിക്കുന്നതായിരിക്കും. തിരിഞ്ഞു
അടുത്ത നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന മിമിക്രിയുടെ സമയമാണ്. ശ്രീ റെജി രാമപുരത്തിനെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റും ഭാര്യയും കൂടെ മുന്നോട്ട് വന്ന് വൈസ് പ്രസിഡൻറ്റ് ശ്രീ NK സുധാകരൻ സാറും ഭാര്യയും കൂടെ മുന്നോട്ട് വന്നപ്പോൾ റെജി രാമപുരത്തിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. നമ്മുടെ വണ്ടി അല്പം ലേറ്റായിട്ടാണ് ഇപ്പോൾ ഓടുന്നത്, അതുകൊണ്ട് അല്പം സമയം മുന്നോട്ട് കടന്നുപോയി. ഏതായാലും ശ്രീ റെജി രാമപുരം മിമിക്രി അവതരിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിനോട് ഞാൻ സമയം ചോദിച്ചപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് പറയുന്നിടം വരെ അദ്ദേഹം മിമിക്രി അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സദ്യ ഉണ്ട്, സദ്യയ്ക്ക് വിശപ്പ് തോന്നുന്നു, നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുമെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. അതുവരെ ശ്രീ റെജി രാമപുരം, അദ്ദേഹം വലിയ പ്രശസ്തനാണ്, വലിയ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്ന ആൾ. നമ്മുടെ ഇവിടെ വന്നപ്പം നമുക്കും അദ്ദേഹത്തെ നേരിട്ടൊന്ന് കാണാനുള്ള അവസരമാണ്. ശ്രീ റെജി രാമപുരത്തിനെ മിമിക്രി അവതരിപ്പിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. തിരുവോണത്തിൻ്റെ 1000 മംഗളാശംസകൾ അറിയിക്കുകയാണ്. കയ്യടി ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായ കാര്യമാണെന്ന് കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഒരു കലാകാരന് അല്ലെങ്കിൽ കലാകാരിക്ക് വേദിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി, അംഗീകാരം എന്ന് പറയുന്ന ഒന്നാണ് കയ്യടി. പിന്നെ ഈ പ്രാവശ്യം നന്ദേട്ടൻ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരിടത്തും ഓണാഘോഷങ്ങൾ പൊതുവെ വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. വെളിയിലായിരുന്നു കൂടുതലും പ്രോഗ്രാം നടന്നിട്ടുള്ളത്. കാരണം വിദേശ രാജ്യങ്ങളിലും നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലുമായിട്ടാണ് മലയാളികൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓണമായാലും ക്രിസ്മസ് ആയാലും ഏത് ആഘോഷങ്ങളും ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് ആഘോഷിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലല്ല, മറിച്ച് മലയാളികളുള്ള മറ്റിടങ്ങളിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഒത്തൊരുമകൾ നടക്കുന്നത്, കൂട്ടായ്മകൾ നടക്കുന്നത്. ഏറ്റവും മനോഹരമായ രീതിയിൽ ചേർന്ന് ഓണവും വിഷുവും റംസാനും ക്രിസ്മസും ഒക്കെ പങ്കിട്ട് പോകുന്നത് ഇത്തരം വേദികളിലാണ്. ഈ ഓരോ ആഘോഷങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഓണാഘോഷം പോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ പൊങ്കലുണ്ട്. ഗുജറാത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു ആഘോഷം ഉണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം ചെന്നപ്പോൾ ഞാനും നമ്മുടെ സുരാജ് ചേട്ടനും കൂടെ ഒരു പ്രോഗ്രാമിന് പോയി, സുരാജ് വെഞ്ഞാറമ്മൂട്. അപ്പോൾ അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ, എയർപോർട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ ഗുജറാത്തിലുള്ള ആൾക്കാർ, അവിടുത്തെ സംഘാടകർ ഓടി വന്നു, അവർ സ്വീകരിച്ചു. ഞങ്ങളെ കൊണ്ടുവരാൻ നേരത്തെ അവർ പറഞ്ഞു ഗർഭാശംസകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താങ്ക് യു, 3 മാസമായി എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ ഭാര്യ 3 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്ത്, അല്ല ഗർഭാശംസ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. അയ്യോ അതല്ല, ഇവിടെ ഈ വിജയദശമി ദുർഗാപൂജയ്ക്കൊക്കെ പറയുന്ന സമയത്ത് പറയുന്ന ആഘോഷമാണ് ഗർഭ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയായതിന് അതിന് ആശംസ പറയാൻ വേണ്ടി എയർപോർട്ടിൽ കഷ്ടപ്പെട്ടു വന്ന്. അപ്പോൾ അങ്ങനെ ഓരോ ആഘോഷങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ എന്താ പറയുക, തിരുവാതിര, കൈകൊട്ടിക്കളി നടത്തി. കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് നമുക്കറിയാം, മലയാളക്കരയുടെ മാത്രം അവകാശപ്പെടാനുള്ള ഒരു തനതായ കലാരൂപമല്ല, തമിഴകത്തിൻ്റെയും കൂടി അവകാശപ്പെട്ട ഒരു കലാരൂപമാണ് കൈകൊട്ടിക്കളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരുവാതിര എന്ന് പറയുന്നത്. അമ്പാവാടൽ അല്ലെങ്കിൽ മാർഗഴി നീരാടൽ എന്നൊക്കെ പേരുള്ള ഒരു കലാരൂപമായിരുന്നു. പിന്നീട് തമിഴകത്തില്ല, കേരളത്തിൽ മാത്രം ചുരുക്കി അല്ലെങ്കിൽ കേരളത്തിൻ്റേത് മാത്രമായി മാറിയ ഒരു കലാരൂപമാണ്. ഈ തിരുവാതിരയുടെയും സ്വഭാവം മാറി കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. കാരണം ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ ഈ പറമ്പിലാണ് കളിക്കുന്നതെങ്കിൽ അങ്ങേ പറമ്പിൽ പോയിട്ട് തിരിച്ചു വരും, അത്രയും സ്പീഡിൽ കളിക്കുന്ന ഒരു രീതിയിലുള്ള കളികൾ ഞാൻ കണ്ടു. പക്ഷേ ഞാൻ ഈ അടുത്തിടയ്ക്കാണ് അത് കാണുന്നത്. ഇനി ഞാൻ ഓർത്ത് ഇനി ഈ ഫ്ലോറിൽ നിന്ന് തെന്നിത്തെറിച്ച് ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും വളരെ മനോഹരമായ രീതി, അതിൻ്റെ ചിട്ടവട്ടങ്ങളോട് കൂടി അത് അവതരിപ്പിച്ച എല്ലാ കലാകാരികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഈ കയ്യടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാവരും കൈയടിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പെരുമ്പാവൂരായിരുന്നു പരിപാടി. ഈ പെരുമ്പാവൂർ പരിപാടി നടന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഈ നന്ദോട്ടം പറഞ്ഞു ആദ്യം വന്ന് പറഞ്ഞ പോലെ കയ്യടിക്കൂ എന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിന് കയ്യടി കിട്ടിയില്ലെങ്കിൽ ഒരു ജീവനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യടിക്കൂ എന്ന് ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് ചോദിച്ചു. ഞങ്ങളുടെ കൂടെ എല്ലാ പാട്ടുകാരും ഡാൻസുകാരും മിമിക്രിക്കാരും ഒക്കെ ചോദിച്ചു കയ്യടിക്കുമോ. ഈ പരിപാടിക്ക് വന്നിരിക്കുന്ന ഒരു 100 പേര് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 25 പേര് മാത്രമേ കയ്യടിക്കുന്നുള്ളൂ.
ഞങ്ങൾ വീണ്ടും ചോദിക്കും, ഈ 25 പേര് തന്നെ കൈയടിക്കും. പരിപാടി കഴിഞ്ഞപ്പോൾ സംഘാടകർ പറഞ്ഞു നല്ല പരിപാടിയായിരുന്നു കേട്ടോ, ഓക്കെ താങ്ക് യു. ഞാൻ പറയാം അതല്ല, പരിപാടി പൊളിഞ്ഞു. കാരണം ആരും കൈയടിച്ചില്ലല്ലോ, കുറച്ച് പേരല്ലേ കൈയടിച്ചുള്ളൂ, ഒരു 10-25 പേരല്ലേ കൈയടിച്ചുള്ളൂ. അയ്യോ റജി, അത് അങ്ങനെയല്ല, 25 പേര് മാത്രമേ മലയാളി ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് ബംഗാളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. കാരണം കംപ്ലീറ്റ് ബംഗാളിയാണ്. ഇപ്പോൾ മലയാളി ബംഗാളിയും കൂടെ കല്യാണം കഴിച്ച അവിടെ മലങ്കാളി എന്ന് പറഞ്ഞ പുതിയൊരു സംസ്കാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരളം അത്രമാത്രം മാറിയിരിക്കുകയാണ്. എനിക്ക് ഞങ്ങൾ പറഞ്ഞു, റജിയോട് എന്നോട് ചോദിച്ചു കഴിഞ്ഞ സ്റ്റേജിൽ ചെന്നപ്പോൾ, റജി പരിപാടി ചെയ്യുന്ന പൈസയൊക്കെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഭവന സംരക്ഷണ പദ്ധതിയിലേക്ക് നല്ലൊരു വിഹിതം ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാ പരിപാടിയിലും ചെയ്യുന്ന അതിൻ്റെ ഭവന സംരക്ഷണ പദ്ധതിയിലേക്ക് ഞാൻ എന്തായാലും ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും നല്ല കൈയടിച്ച്. അപ്പം ഞാൻ ഇത്ര നല്ല ചാരിറ്റി ആയിട്ട് നിങ്ങളും കൈയടിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഭവനം സംരക്ഷിക്കുന്ന പദ്ധതിയിലേക്കുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നർമ്മത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം നന്ദുവേട്ടൻ ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന വ്യക്തിയാണ്, ആരാധനയോടെ കണ്ട വ്യക്തിയാണ്. കാരണം നന്ദുവേട്ടനൊപ്പം അല്ലെങ്കിൽ ഇവരെ പോലുള്ള പ്രശസ്തരായ കലാകാരന്മാർക്കൊപ്പം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പോലും വിശ്വസിച്ച ഒരാളല്ല. കാരണം മിമിക്രിയോട് അത്രമാത്രം ആരാധന കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ്. രമേശ് പിഷാരി ഞാനും അയൽവാസികളാണ്. അയൽവാസി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോട്ടയം ജില്ലക്കാരാണ്. ഒരേ കാലഘട്ടങ്ങളിൽ മിമിക്രിയുമായി ഇറങ്ങിയ ആൾക്കാരാണ്. ഈ മിമിക്രിയിൽ ആരെ അനുകരിച്ച് തുടങ്ങണമെന്ന് പറയുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ള ആരൊക്കെയാണോ അവരെ അനുകരിച്ച് തുടങ്ങുന്നതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ രമേശ് പിഷാരി തന്നെ പറഞ്ഞു തുടങ്ങാം. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ ബംഗാളികളില്ലാത്ത കാരണം നിങ്ങളുടെ കയ്യടികൾ ഇഷ്ടപ്പെട്ടാൽ നിറഞ്ഞുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഈ പിഷാരിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, പിഷാരിയുടെ ഒരു സംസാര ശൈലി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് പോകുന്ന പോലെയാണ്. കോട്ടയത്ത് നിന്ന് കയറിയാൽ തിരുവനന്തപുരം വരെ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് നേരെ സ്റ്റോപ്പുകളൊന്നും ഉണ്ടാവില്ല. ഈ പിഷാരി കഴിഞ്ഞിടയ്ക്ക് ദുബായിലൊരു പരിപാടിക്ക് പോയപ്പം ഒപ്പം ധർമ്മജനും ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും ധർമ്മനെ കൂട്ടി പിഷാരി സംസാരിക്കാറും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ച് പിഷാരി പറഞ്ഞൊരു കഥയുണ്ട്. എന്തും കഥ പറയാൻ മിടുക്കനാണ് ഞങ്ങളുടെ സ്വന്തം പിഷു എന്ന് വിളിക്കുന്ന പിഷാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തനതായ രീതിയിൽ പറഞ്ഞാൽ, ഈ ശബ്ദത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട് കേട്ടോ, കാരണം ഇത് നമുക്കറിയാമല്ലോ, എങ്കിലും ശ്രമിക്കുകയാണ്. മുകേഷ് ചേട്ടാ, ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനും ധർമ്മനും കൂടെ ദുബായിലൊരു പരിപാടിക്ക് പോയി. പരിപാടി കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ കൈയടിച്ചു, നാട്ടുകാർ കൈയടിച്ചു, എല്ലാവരും കൈയടിച്ചു. പരിപാടി കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാർ ധർമ്മനെ മാറ്റി എടുത്തൊരു കാര്യം പറഞ്ഞു. ധർമ്മം നാട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും മോഹൻലാലിനെ പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ധർമ്മം വളരെ ആകാംക്ഷയോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് പോയി കാണേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ധർമ്മൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പഴയതായിരുന്നു, അതുകൊണ്ട് മോഹൻലാലിന് ഈ പുരാവസ്തുക്കളോടൊക്കെ നല്ല കമ്പമുള്ള ആളെ നല്ല വിലയ്ക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറക്കാതെ കാണുക. ഫണ്ട്സ് അപ്പോൺ ടൈം രാത്രി 7 മണിക്ക് അമൃത ടി.വിയിൽ കണ്ടില്ലെങ്കിൽ വീട്ടിൽ പട്ടിണിയായി ഭാര്യ ഇറക്കി വിട്ടാൽ പിന്നെ കുടുംബത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാവും. മറക്കാതെ കാണുക. ഫണ്ട്സ് അപ്പോൺ ടൈം നമ്മുടെ അമൃത ടി.വിയിൽ രാത്രി 7 മണിക്ക്. ഞാൻ പറഞ്ഞില്ലേ, പിഷാരി പറഞ്ഞ ശ്വാസം മുട്ടി ചത്തുപോകും. ഈ പണ്ട് ഈ ടെലിവിഷൻ എന്ന് പറഞ്ഞ മാധ്യമത്തിലായിരുന്നു നമ്മളെല്ലാവരും, അതിൻ്റെ ചുറ്റുവട്ടത്തിലായിരുന്നു. പിന്നീട് ഒരു 2015 കൂടി വന്നപ്പോഴത്തേക്ക് മലയാളികളുടെ തല നേരെ ഒടിഞ്ഞ് താഴേക്കായി. കാരണം യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഇങ്ങനെ നമുക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻസ്റ്റാഗ്രാമിൽ 2 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യില്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലേക്കാണ്. ഇനിയിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ കേരള സർക്കാർ ഇൻസ്റ്റാഗ്രാമിന് റേഷൻ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടെ. അല്ല, ഇങ്ങനെ കേട്ടു. കാരണം ഇൻസ്റ്റാഗ്രാം വഴി പോസ്റ്റുകൾ ഇടാൻ പറ്റാത്ത ആൾക്കാർക്ക്, വിഷമിക്കുന്ന ആൾക്കാർക്ക് പോസ്റ്റുകൾ റേഷൻ കട വഴി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഈ തമാശ രൂപേണ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ മിമിക്രി വേദിയിൽ എപ്പോഴും പറയുന്നതാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയക്കാരെ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് പറയേണ്ട അവസ്ഥയാണ്. കാരണം ആരെപ്പറ്റി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഹാസ്യത്തിന് വേണ്ടി ഞങ്ങൾ എപ്പോഴും പല രാഷ്ട്രീയക്കാരെയും സാമൂഹ്യ നേതാക്കളെയൊക്കെ കൈകാര്യം ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു തമാശ പറയുകയാണ്. ഈ ഓണം എന്ന് പറയുന്ന മലയാളികളുടെ ആഘോഷമാണ്. കാരണം വില്ലനെയും നായകനെയും ഒരുപോലെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആഘോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. ലോകത്ത് മറ്റൊരു സ്ഥലത്തും വില്ലനെയും നായകനെയും ഒരുപോലെ സ്വീകരിക്കാറില്ല. കാരണം വാമനെയും മഹാബലിയും ഒരുപോലെ സ്വീകരിക്കുന്നവരാണ് മലയാളികൾ. അതാണ് നമ്മുടെ സംസ്കാരം. അപ്പോൾ ഈ മഹാബലിയുടെ അടുത്ത് വാമനം വന്നിട്ട് ഒരു 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ ഒന്നും നോക്കാതെ അങ്ങ് കൊടുത്തേച്ചു. ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, വീട്ടിൽ ആര് വന്ന് എന്ത് ചോദിച്ചാലും ചുമ്മാ വാരിക്കോരി കൊടുക്കരുത്, ചവിട്ടി പാതാളത്തിലേക്ക് താത്തി വിടും. അപ്പോൾ അതുകൊണ്ട് നോക്കി കണ്ടുമൊക്കെ എന്തെങ്കിലും കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ മലയാളത്തിൽ കേന്ദ്രമന്ത്രിമാർ പലപ്പോഴും കേരളത്തിൽ വരുമ്പോൾ അവർക്ക് ഹിന്ദി നമ്മുടെ മലയാളികൾക്ക് അറിയില്ല എന്നൊരു ധാരണ അവർക്കുണ്ട്. കാരണം നമ്മളങ്ങനെയല്ലല്ലോ, നമുക്കറിയാം ഇതർ റാവോ ഉദർ ജാവോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ
എങ്കിലും അവരുടെ ഒരു വിശ്വാസത്തിന് മലയാളികളായ ആരെങ്കിലും പരിഭാഷയ്ക്ക് വേണ്ടി വെക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഇതൊരു തമാശയ്ക്ക് പറയുന്ന കേട്ടോ, പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഓണത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ അത് പരിഭാഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ വെച്ചു. അത് മറ്റാരുമല്ല, SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഒരുപാട് വേദിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു തമാശയ്ക്ക് വേണ്ടി ഈ രണ്ടുപേരും തമ്മിലുള്ളൊരു പ്രസംഗം, അത് പരിഭാഷ ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ സാറ്, സംസാരിക്കുന്നത് നരേന്ദ്രമോദി സാറ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയുള്ള സംസാരമാണ്. കേരളത്തിലെ കോടിക്കണക്കിനായിട്ടുള്ള ദരിദ്രവാസികളെ എന്നാണ് നമ്മുടെ മോദിജി ഇപ്പോൾ പറഞ്ഞത്. ഓണം കേരള സബ്സെ മുഖ്യ ത്യോഹാർ ഹേ. ഓണത്തിന് കേരളത്തിലേക്ക് കൊടുത്തു വിടുന്ന സബ്സിഡി ആരൊക്കെയോ ചേർന്ന് മുക്കി എന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞു എന്നാണ്. ശുക്രിയ, അദ്ദേഹം മഹാപോക്രിയ. അതുകൊണ്ട് അത് കടനാണ് തിരിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ കയറി പിടിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞത്. വന്ദേ മാതരം, വണ്ടേ മാത്രമേ അദ്ദേഹം ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരക്കുണ്ട്, മറ്റെവിടെയൊക്കെ യാത്രയാണെന്ന് പറഞ്ഞിരുന്നത്. അത് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമം ഞാൻ പറഞ്ഞു നമ്മൾ ഒരുപാട് സ്വാധീനം ചെലുത്താറുണ്ടെന്ന്. ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ നാട് ഈ ആദ്യമേ പറഞ്ഞു പാലാ റജി, രാമപുരം റജി, 2 പേരുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വദേശം പാലായ്ക്ക് അടുത്തുള്ള രാമപുരം എന്ന് പറഞ്ഞ നാടാണ്. ലളിതാംബികാന്തർജനത്തിൻ്റെയും രാമപുരത്ത് വാര്യൻ്റെയും എൻ മോഹൻ സാറിൻ്റെയും ഏഴാച്ചേരി രാമേന്ദ്ര സാറിൻ്റെയും അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് മഹാരഥന്മാരുടെ നാടാണ് എൻ്റെ രാമപുരം. അപ്പോൾ ഈ രാമപുരം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പല രാമപുരമുണ്ട്. കായങ്ങളുണ്ട്, മലപ്പുറമുണ്ട്, തിരുവനന്തപുരമുണ്ട്, അങ്ങനെ കുറേ രാമപുരങ്ങളുണ്ട്. അപ്പോൾ എവിടെയാണ് റജിയുടെ വീട് ചോദിക്കുമ്പോൾ ഞാൻ രാമപുരം. കായംകുളം അല്ല, പാലാ രാമപുരം. അപ്പോൾ അവരെഴുതും പാലാ റജി. ഇങ്ങനെ എഴുതിയാണ് പാലാ റജിയും രാമപുരം റജിയും 2 രീതി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ടെലിവിഷനെ കുറിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ കോട്ടയം പാലാ സ്വദേശിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഞങ്ങളുടെ സമീപ ദേശക്കാരനായ വ്യക്തി ലോകം മുഴുവൻ ഒരു ക്യാമറയുമായി സഞ്ചരിച്ച് നമുക്ക് മുന്നിൽ ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ 2 കൈയും നീട്ടി സ്വീകരിച്ചു. മലയാളികൾ കാണാൻ ആഗ്രഹിച്ച് മുഴുവൻ നമുക്ക് തന്നു. അതിന് ശബ്ദം നൽകുന്നതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അനീഷ് പുന്നൻ പീറ്റർ എന്ന വ്യക്തിയാണ്. കോട്ടയം കഞ്ഞിക്കുഴി സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഞ്ചാരം പ്രോഗ്രാമിൻ്റെ വോയിസ് എല്ലാവർക്കും ഇഷ്ടമാണ്, കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു തനതായ രീതി എന്ന് പറയുന്നത്, ഞങ്ങൾ ക്യാമറയുമായി ചെല്ലുമ്പോൾ അവിടെ കുറേ ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ യാത്ര അമേരിക്കയുടെ നഗരവീഥിയിൽ കൂടിയാണ്. അമ്പരച്ചുംബികളായ ഈ രാജ്യത്തിൽ കൂടി ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യം എന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി തോന്നുന്നു. എന്നോടൊപ്പം അമേരിക്കക്കാരനായ ബെൻ എന്ന സതീർത്ഥനായ ഗൈഡുമുണ്ട്. യാത്രയിലുടനീളം ബെൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവുന്നില്ല. തിരികെ നാട്ടിലെത്തി എൻ്റെ സുഹൃത്തിനോട് ബെൻ പറഞ്ഞ തമാശകളെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. യാത്രയിലുടനീളം ബെൻ എൻ്റെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു സത്യം. സഞ്ചാരം ഇനി അടുത്തയാഴ്ച. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ എൻ്റെ കൺവെട്ടത്ത് കാണുന്ന 2-3 യുവാക്കളുണ്ട്, അവരിപ്പുണ്ട്. അതുകൊണ്ട് നമസ്കാരം കേട്ടോ. ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യമുള്ള 2 പേരുണ്ട്, അതുകൊണ്ട് ഞാൻ നമസ്കാരം പറഞ്ഞതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവരെക്കുറിച്ച് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഈ പ്രേമിച്ചിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? 1. വേറെ ആരും പ്രേമിച്ചിട്ടില്ല? എൻ്റെ തമ്പുരാനെ, ഇതെന്തൊരു ആൾക്കാരാ! ഇവിടെ 1, 2, 3, 4 ഒക്കെ പ്രേമിച്ച് പൊട്ടി തകർന്നിട്ട് വീണ്ടും കിട്ടിയ ചരിത്രമൊക്കെ ഉണ്ട്. ആരും പ്രേമിച്ചിട്ടില്ല? അയ്യോ, അതങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. ഒരാളുണ്ട്, ധൈര്യം. ഒരു നല്ല ഗൈഡ് കൊടുത്തേ, കണ്ട. അത് പ്രേമിച്ച് കല്യാണം കഴിച്ചില്ലേ? അതുകൊണ്ടാണ് എനിക്കറിയാം. ഇല്ലെങ്കിൽ പോട്ടെ, ഞാൻ ഈ ബാക്കി ഇരിക്കുന്നവരൊക്കെ കള്ളന്മാരാ, എനിക്കറിയാം. കാരണം പൊട്ടിയ കാര്യം ഒന്നും മിണ്ടാൻ പറ്റില്ല, കുടുംബകാലം കൊണ്ട്. അതുകൊണ്ട് അതൊന്നും പറയണ്ട കേട്ടോ, അതൊക്കെ വിട്ടാരെ. ഞാനും പ്രേമിച്ച കല്യാണം കഴിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രേമത്തെപ്പറ്റി പറഞ്ഞാൽ വളരെ രസകരമാണ്. നമ്മൾ നടൻ ചെമ്പൻ വിനോദ് എന്ന് പറഞ്ഞ നടനുണ്ട്, അങ്കമാലി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലിയിൽ അദ്ദേഹം ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രേമത്തിന് നല്ലൊരു ഡെഫിനേഷൻ പറഞ്ഞു. അത് നല്ല രസകരം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പ്രേമത്തെപ്പറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സംഗതി ഇതിരിയുടെ ആർക്കാണെങ്കിലും ഈ പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു തീയ, അതിനെ എടുത്ത് വിഴുങ്ങുന്നതിനാണ് നമ്മൾ പ്രേമെന്ന് പറയുന്നത്. ആദ്യത്തെ ഒരെണ്ണത്തെ പ്രേമിച്ച് കിട്ടാനേ പാടുള്ളൂ. പക്ഷെ ഒരെണ്ണത്തെ പ്രേമിച്ച് കിട്ടിയാൽ പിന്നെ എന്നോട് പൊന്നടാവേ പ്രേമം കൊണ്ട് ആറാട്ടായിരിക്കും. പക്ഷെ ആ ഒരെണ്ണത്തെ മാത്രം നീ പ്രേമിച്ചിട്ടുള്ളെങ്കിൽ
നിന്റെ ജീവിതം അവിടെ കിടന്ന് പശുവിനെ കുറ്റിയെ കെട്ടിയ അവസ്ഥ പോലെ കിടന്ന് കറങ്ങി പണ്ടാറിറങ്ങി പോവും. ഹൈ, നീ ഇപ്പം എന്തിനാ കരയണേ? ഇപ്പം എന്തിനാ കരയണമെന്ന്? ജയിലിൽ ചിക്കൻ ബിരിയാണിയുള്ളപ്പോൾ തന്നെ നിനക്ക് അവിടെ പോകാൻ പറ്റില്ലേ? അവള് പോട്ടറാ. ഹൈ, ഇങ്ങനെ സംസാരിച്ചു പോകും. ഈ ടി വി ചാനലുകളെ പറ്റി പറഞ്ഞാൽ ഭയങ്കര രസകരമാണ്, ഒരുപാട് പറയാനുണ്ട്. ഈ മഴവിൽ മനോരമയിൽ ഒരു സീരിയലുണ്ട്, തട്ടിയും മുട്ടിയും. ടി വി സീരിയലുകൾ എല്ലാവരും കാണുന്നതാണെന്ന് എനിക്കറിയാം. കാരണം ഈ ടി വി സീരിയലിൻ്റെ ഒരു സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല കഥകൾ. നന്ദുവേട്ടൻ സീരിയലൊക്കെ ചെയ്യുന്നില്ലേ, നല്ലതാണ്, അടിപൊളിയാണ്. കാരണം ഒരു പെണ്ണിന് മിനിമം ഒരു 3 കെട്ടിയനുണ്ടാവും. ഈ ഭാര്യ വരുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വരുന്ന പോലെ ആടയാഭരണം കിട്ടങ്ങി വരുന്നത്. വീട്ടിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ പണിയെടുക്കുമ്പോഴൊക്കെയുള്ള വേഷമാണ്. ഈ വീട്ടിലൊരു ഭർത്താവ് ഉണ്ടാവും. എൻ്റെ പൊന്നു തമ്പുരാവനെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. കാരണം അത്രയും അവശ നിലയിലുള്ള ഒരു അയ്യോ പാവം. അങ്ങോട്ട് മറിച്ചിട്ട് അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് കിടക്കും. അതായിരിക്കും അവസ്ഥ. പക്ഷേ കുശുമ്പ് കുന്നായ്മയും പിന്നെ ഒരു 3-4 ഗർഭമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സീരിയലിൻ്റെ കഥ ഏകദേശം ഓക്കെയാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ മഴവിൽ മനോരമയിൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയ ഒരു സീരിയലുണ്ട്. തട്ടിയും മുട്ടി എന്നാണ് അതിൻ്റെ പേരിൽ. അതിൽ 3-4 എപ്പിസോഡ് ഞാനും അവതരിപ്പിച്ചു. അതിലെ അർജുനേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി വളരെ രസകരമാണ്. അദ്ദേഹം പറയാറുള്ളത്, മോഹനവല്ലി, അമ്മേ ഞാനൊരു കവിത ചൊല്ലട്ടെ അമ്മേ. അമ്മേ, അർജൻറ്റീനയുടെ ഫ്ലെക്സിന് താഴെ അമ്മയുടെ ഫോട്ടോ വെക്കാൻ പറഞ്ഞേ 500 രൂപ കൊടുക്കണം. അമ്മ, ഈ കൊച്ചി ചുംബന സമരത്തിൽ ചുംബിക്കാൻ പോകാൻ പെണ്ണുങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണോ അത് ചുംബന ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുമോ? മോഹനവല്ലി, വേണ്ട, ഇതിൽ തന്നെ എൻ്റെ അമ്മ തന്നെയായിരുന്നു. ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. പിന്നെ എൻ്റെ നാട് പാലായാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ പാലാക്കാരെ പറ്റി പറയാൻ ഒരുപാട് സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പാലായ്ക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, KM മാണി സാറ്. എന്ത് പറഞ്ഞാലും ഇപ്പം ചാനലുകളിൽ പാലായുടെ പേര് വരാത്തതിൻ്റെ കുറവും എനിക്ക് തോന്നുന്നു മാണി സാറിൻ്റെ ഒരു വിയോഗമാണെന്ന് തോന്നും. അപ്പോൾ മാണി സാറിനോട് ഞങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം പറയും, എന്ത് പറഞ്ഞാലും വളരെ പരുക്കനായ ശബ്ദത്തിൽ സൗമ്യനായി സംസാരിക്കുന്ന മാണി സാറിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് പണ്ട് MS തൃപ്പൂണിത്തുറ ശബ്ദം പോലെയായിരുന്നു. സാറേ, പാല എങ്ങനെയുണ്ട്? ഇത്രയ്ക്കും മനോഹരമായൊരു സ്ഥലമുണ്ടോ പാല? ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ സാറോട് ചോദിച്ചു, സാറേ ഈ പാലായിൽ എന്തൊക്കെയാണ് വേണ്ടേ? ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അതിലെ കോടിക്കണക്കിനുള്ള നിധിയുമാണ്. അതിന് ഞങ്ങൾ അടുത്ത ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതെന്താ സാറേ? തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അതിൽ നിധിയും അതേപടി എടുത്ത് പാലായി കൊണ്ടുപോയി സ്ഥാപിക്കാൻ ഞങ്ങൾ ബഡ്ജറ്റിൽ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരാനും നിങ്ങൾ കാണാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ സംസാരിച്ചു. ഈ പറഞ്ഞു വന്നത് ടെലിവിഷനെ കുറിച്ചാണെങ്കിലും ഈ ടെലിവിഷനിൽ കൂടി നമുക്ക് ഒരുപാട് മാധ്യമപ്രവർത്തകരെ അറിയാം. പ്രത്യേകിച്ച് 24 ചാനലാണെങ്കിൽ അതിനകത്ത് ശ്രീകണ്ഠൻ നായർ രാവിലെ കയറി ഒരു ഉടുപ്പുമായിട്ട് അങ്ങ് നിന്നാൽ വൈകുന്നേരം വരെ SK അവിടെ അങ്ങ് നിൽക്കും. പല വേഷങ്ങൾ മാറുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ 24 ന്യൂസിൻ്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ മുംബൈ മലയാളികളുടെ ഈ ഓണം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ പപ്പടവും പായസവും മാവേലിയും ഒക്കെ കാണുമ്പം ഇത് കേരളത്തിലാണോ അത് ബോംബെയിലാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. എന്തായാലും ഈ ഓണം ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വലിയ ആശംസ നേരുകയാണ്. നന്ദി, നമസ്കാരം. ഇങ്ങനെ SK പറയും. പക്ഷേ 24ൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹാഷ്മി എന്ന് പറഞ്ഞ റിപ്പോർട്ടറുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടുതൽ ഇഷ്ടമായിട്ടല്ല, ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു സംസാര ശൈലി, നിസ്സാര ഒരു പപ്പടത്തെ പറ്റി പറഞ്ഞാൽ ഹാഷ്മി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു മലയാളിയായ പ്രവാസിയായ യുവാവ് ഒരിക്കലും എഴുതിയിട്ടത് ഒരു രസകരമായ പപ്പടത്തിൻ്റെ ഒരു കഥയുണ്ട്. ഹാഷ്മിയുടെ രീതിയിൽ സംസാരിച്ചാൽ നിസ്സാര ഒരു പപ്പടമാണ്. പരിപ്പും പാലടയും പയറും പിന്നെ പലരും പടിക്ക് പുറത്തേക്ക് മാറ്റി നിർത്തിയ സേമിയയും പരന്നൊഴുകുന്ന തൂശനിലയുടെ മറ്റേറ്റത്ത് അവൻ ഇരിപ്പുണ്ട്. പെണ്ണിനും പുതുമണവാളിനും പരിവാരങ്ങൾക്കും പണി കൊടുത്ത് പഞ്ഞിക്കിട്ട് പല വഴിക്ക് പറഞ്ഞയക്കാൻ നോക്കിയ അധമകൂട്ടങ്ങളിൽ പെടില്ല പപ്പടമെന്ന പരമസാധു. അവൻ വെയില തുടങ്ങിയവനാണ്, എണ്ണയിൽ പൊള്ളിയവനാണ്, ഒന്ന് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്നത്ര നിസ്സാരക്കാരനാണ്. എങ്കിലും പായസത്തിനും ബിരിയാണിക്കും പാച്ചോറിനുമെല്ലാം പരിധികളില്ലാതെ ഉപാധികളില്ലാതെ പിന്തുണ നൽകുന്ന പപ്പടമെന്ന പരമസാധു മതേതര കേരളത്തിൻ്റെ മകുടോദാഹരണമാണ്. എൻകൗണ്ടറിലേക്ക് സ്വാഗതം, പപ്പടം പരമസാധു. ഒരു പപ്പടത്തെ പറ്റി പറഞ്ഞ ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ യൂട്യൂബിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മാറുന്ന പല കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് കഴിക്കാറായോ എല്ലാവർക്കും? ആയോ? ആയില്ല? ഓക്കെ. ഈ നന്ദുവേട്ടനൊക്കെ പേടിച്ചിരിക്കുക. ഇപ്പോൾ എനിക്കൊന്നും പേടിയില്ല, നന്ദുവേട്ടനൊക്കെ പേടിക്കണം. കാരണം നന്ദുവേട്ടൻ്റെ ചേച്ചി കഴിഞ്ഞ ദിവസം TV ന്യൂസിൽ ഇങ്ങനെ പറഞ്ഞു, ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞപ്പോൾ നന്ദുവേട്ടൻ്റെ പേര് വന്നോ?
ചേച്ചി ഭയങ്കര. അതുപോലെ നന്ദേട്ടൻ്റെ ഒരു ഡ്രൈവറുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നന്ദു ഭയങ്കര സങ്കടപ്പെട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ചോദിച്ചു, നീ എന്താ പ്രശ്നം എന്നത്, എന്താ നീ വിഷമിച്ചിരിക്കുന്നത്? അല്ലേട്ടാ ഒന്നുമില്ല ഏട്ടാ. അല്ല നീ പറ, കാര്യം പറയാം. ചേട്ടൻ നോക്കിയ ചേട്ടനേക്കാളും എന്തോരം ജൂനിയറായിട്ട് വന്ന ജയസൂര്യൊക്കെ, ജയസൂര്യയുടെ ഒക്കെ പേര് ഹേമ കമ്മീഷൻ വന്നു, ചേട്ടൻ്റെ പേര് മാത്രം വന്നില്ല ചേട്ടാ എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഈ ഹേമ കമ്മീഷൻ പണ്ട് കാലത്തുണ്ടായിരുന്നെങ്കിൽ അതെന്നെ ഭയങ്കര വിഷമിച്ചിരിക്കുക. അപ്പം അതിനെല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുക കേട്ടോ എന്തോട്ടാ. അപ്പോൾ പണ്ട് കാലത്ത് ഈ ഹേമ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ അക്കാലഘട്ടം നമുക്കറിയാം നസീർ, ഉമ്മർ, സത്യന് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ഹേമ കമ്മീഷൻ വരുന്നതെങ്കിൽ ഭയ്യ ഇതോടെ വോളിയം ഇതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ഹലോ അപ്പോൾ ഈ പഴയ കാലത്ത് ആയിരുന്നെങ്കിൽ പ്രേംനസീർ സാറിനെ പറയുമ്പോൾ നമുക്കറിയാം ഒരാക്ഷേപവുമില്ലാതെ സുന്ദരനായ ഇത്രയും സൗമ്യനായ സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ വേറെയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലിയുണ്ട്. പ്രിയമുള്ള എൻ്റെ നാട്ടുകാർക്ക് ഇവിടെ വരാനും നിങ്ങളൊക്കെ കാണാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മണ്ടിപ്പെണ്ണൊന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ല, ഇങ്ങനെ ചിരിച്ചു പോവും. നേരെ മറിച്ച് KP ഉമ്മർ സാറിനോടാ പറയുന്നെങ്കിൽ, ശേഖർ എനിക്ക് ആരുമില്ല ശേഖർ. അപ്പം സാറിൻ്റെ പേരിൽ ഇങ്ങനെ ഈ ഹേമ കമ്മീഷനൊരു ഇതൊക്കെ കൊണ്ടുണ്ടായിരുന്നല്ലോ, ആരുടെ വാതിലിൽ മുട്ടി എന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഒരു പെൺകുട്ടിയുടെയും കഥകിൽ മുട്ടിയ ചരിത്രം ഇന്നുവരെ എനിക്കില്ല. ഞാൻ അങ്ങനെ മുട്ടാറേയില്ല. ചവിട്ടി പൊളിച്ച് അകത്ത് കയറി കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു പോരാറേയുള്ളൂ. അങ്ങനെ മുട്ടിയെന്നും പറഞ്ഞ് ആരും എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. അപ്പോൾ ഇങ്ങനെ പറയും. പിന്നെ നമ്മൾ ഈ മിമിക്രി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയൊരു കാര്യം കേട്ടോ. ആർക്കും പഠിക്കാം. നിങ്ങൾക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കാം. പിന്നെ ഇവിടെ ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയാം. ഞാൻ ഇത്രയും നേരം പുരുഷ ശബ്ദങ്ങളാണ് അനുകരിച്ചത്. അപ്പോൾ സ്ത്രീകൾക്ക് ശബ്ദം അനുകരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം, മിമിക്രി പഠിപ്പിക്കാം. തയ്യാറാണെങ്കിൽ ഇത് കൈയടിച്ച്, ഇഷ്ടമാണെങ്കിൽ. അതിന് വേണ്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ചക്കക്കുരു, കടല, പരിപ്പ്, ഇത്രയും സാധനം അവശ്യ വസ്തുക്കളാണ്. പിന്നെ ഉരുളക്കിഴങ്ങ്. ഇതുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സാറിന് കാര്യം വിട്ടുകിട്ടി. നല്ലതായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ, ഇത്യാദി സാധനങ്ങൾ കഴിച്ചാൽ കറക്റ്റായിട്ട് നമുക്കൊരു നടിയുടെ ശബ്ദം കിട്ടും. അതായത് കടല, ചക്കക്കുരു, പരിപ്പ്, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നമ്മൾ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് ഏകദേശം ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു അവസ്ഥയാണ്. കുറച്ച് വിസ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇവിടുന്നൊരു ശബ്ദം വരും. ഞാൻ ആ ശബ്ദം ഇട്ടറിഞ്ഞ് മുകളിൽ നിന്ന് നമുക്കൊരു വായു പുറത്തേക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു നടിയുടെ ശബ്ദമാണ്. ഷീലാമ്മയുടെ ശബ്ദം പഠിക്കാൻ സിമ്പിളാണ്. ഒരു 3 തവണ ഈ പറഞ്ഞ ഈ സാധനം കഴിച്ചിട്ട് പുറത്തെ ശബ്ദം ഇട്ടാൽ കറക്റ്റാണ്. എൻ്റെ മാത്തക്കുട്ടിച്ചായനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കുമായിരുന്നില്ല. എൻ്റെ ജോസ്മോൻ എന്നോട് പറയുക, അമ്മച്ചി കൊളസ്ട്രോൾ ആണെന്ന്. നേരാണോ വക്കീലേ? 2 കഷ്ണം പോത്രച്ചതുകൊണ്ട് അമ്മച്ചി അങ്ങ് ചത്തുപോകാൻ പറ്റുമില്ലടാ. കൊമ്മനക്കാട്ട് ഈ വീടും പുരയുടെ വിൽക്കാൻ പോകുക. 10 ലക്ഷം രൂപ ആര് തരുന്നോ അവർക്ക് ഞാൻ ഈ വീട് വിൽക്കും. എൻ്റെ കുഞ്ഞുമോൾ മത്തിയില്ലേടി. അമ്മച്ചിക്ക് സന്തോഷമായി. ലാസ്റ്റ് ആ സാധനം ഒന്നോടെ, എൻ്റെ മാളൂ. ഇത്ര സാധനങ്ങളുള്ളൂ. ഇനി ഞാൻ ഈ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തായാലും നമ്മുടെ നാടിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ, ഞാൻ പാട്ടുകാരൊന്നുമല്ല എങ്കിൽ കൂടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു നാടക ഗാനം, പഴയ കാലത്ത് നമുക്കറിയാം KPSCയിലൂടെ ഒരുപാട് നാടകഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മുഹാദ് വെമ്പായം എന്ന് പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്ത് എഴുതിയ ഒരു നാടക ഗാനമുണ്ട്. അത് യൂട്യൂബിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് പാടി ഞാൻ അവസാനിപ്പിക്കാം. ഞാനൊരു പാട്ടുകാരനല്ല. അപ്പോൾ അദ്ദേഹം പാടിയ നമ്മുടെ തനതായ മണ്ണിൻ്റെ മണമുള്ള നാടിൻ്റെ ആ ഒരു ഗാനത്തിൻ്റെ ഒരു 4 വരി. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ,
പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ നിറയെ കതിരുണ്ടാർന്നേ. കതിർ കൊത്താൻ കിളി വരുവാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ. മരമൂട്ടിൽ കളിച്ചിരി ചൊല്ലാൻ ചങ്ങാതികൾ 100 ഉണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ. മരമൂട്ടിൽ കളിച്ചിരി ചൊല്ലാൻ ചങ്ങാതികൾ 100 ഉണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ. പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. യേശുദാസിന് അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ദാസേട്ടനെ ഞാൻ ശരിക്കും പറഞ്ഞ മിമിക്രിയിൽ ഞാൻ അനുകരിച്ച് തുടങ്ങിയത് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ദാസേട്ടൻ്റെ ശബ്ദം പറഞ്ഞാണ്. പക്ഷെ പിന്നീട് നന്നായിട്ട് ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പരിപാടി നിർത്തി. അപ്പോൾ ദാസേട്ടൻ സ്വാഭാവികമായിട്ടും സംസാരിക്കാറുള്ളത്, ഒരു വേദി വന്നു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കുമെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. സംഗീതം നമ്മുടെ മനസ്സിൽ ഈശ്വരൻ, ജഗദീശ്വരൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു വരദാനമാണ് സംഗീതം. അപ്പോൾ ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലാണ് ഓരോ മനുഷ്യരിലും ഈശ്വരൻ വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും ഈശ്വരൻ, ജഗദീശ്വരൻ ഒരുപാട് ഒരുപാട് നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. സച്ചിന എൻ്റെ പരിപാടി മുഴുവൻ കണ്ടിട്ട് കാണാൻ പാടാൻ പഠിച്ചു വെച്ചേക്കല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പോൾ 2-3 കാര്യങ്ങളുടെ ചെയ്യാം. ഈ ദാസേട്ടനെ പറയുമ്പോൾ എപ്പോഴും ഞാൻ പാടിക്കൊണ്ടിരുന്നത് ഹരിവരാസനം എന്ന് പറഞ്ഞ കീർത്തനമാണ്. ഞാൻ കടുത്ത അയ്യഭക്തി ഭക്തനാണ് കേട്ടോ, അതുകൊണ്ട് മാത്രം ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ പഠിച്ചു വെച്ചതാണ്. അപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദം ഈ ഒരു ഡിലേ ഒന്നുമില്ല, അതുകൊണ്ടൊരു എൻ്റേതായ കുറച്ച് പരിമിതികളുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഹരിവരാസനത്തിൻ്റെ 4 വരി. ഹരിവരാസനം വിശ്വമോഹനം ഹരിപഥീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ഇതുപോലെ മലയാളികൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു ഗായകരുണ്ട്, അതെല്ലാവർക്കും അറിയാം. നമുക്ക് ആരാന്ന് ചോദിച്ചാൽ 15,000 രൂപ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ MG രാധാകൃഷ്ണൻ സാറ്, അദ്ദേഹം മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു മഹാരഥനാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ MG രാധാകൃഷ്ണൻ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ശൈലിയിൽ ഒരിക്കൽ MG ശ്രീകുമാറിനെ പറ്റി പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ദേവാസുരം എന്ന് പറയുന്ന ചിത്രം, ആ ചിത്രത്തിൻ്റെ സംഗീതം ചെയ്യുന്ന സമയത്ത് ഞാനത് ശ്രീകുട്ടനോടൊരു കാര്യം പറഞ്ഞു. ശ്രീകുട്ട, നീ ഇതിലെ പാട്ട് നന്നായിട്ട് പാടിയാൽ നിനക്ക് ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാം എന്ന് ശ്രീകുട്ടനോട് ഞാൻ പറഞ്ഞു. ശ്രീകുട്ടൻ എന്തായാലും സൂര്യകിരീടം എന്ന് പറഞ്ഞ ആ പാട്ട് വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം ആലപിക്കുകയുണ്ടായി. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം എന്ന് പറയുന്നത് ദേവാസുരത്തിൽ തന്നെ വന്ദേ മുകുന്ദ ഹരേ എന്ന് തുടങ്ങുന്ന ഒരു കീർത്തനമാണ്. അതായത് വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമെൻ നെഞ്ചിലെന്നാത്മപ്രണാമം. അങ്ങനെ അദ്ദേഹം പാടരുത്. ലാസ്റ്റ് അവസാനമായിട്ട് ഞാൻ സച്ചിൻ്റെ വോയിസ്, ബോംബെയാണ്, അതുകൊണ്ട് ബോംബെക്കാരനെ എടുത്തിട്ട് ഇടിക്കരുത്, സച്ചിനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കാരണം സച്ചിനും ഞാൻ ഈ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് സച്ചിൻ.
സച്ചിൻ കളി നിർത്തിയപ്പോൾ നമ്മൾ ഒരുപാട് വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റുമായിട്ടുള്ള മടങ്ങി വരവിന് വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി വീണ്ടും കാത്തിരിക്കുന്നുണ്ട്. ഇത്രയും ഒരു എന്താ പറയുന്നത്, നിഷ്കളങ്കനായ അല്ലെങ്കിൽ എതിരാളികളില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയാൻ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് മാച്ചിലെ ഒരു സ്പീച്ചിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് പറഞ്ഞേൽപ്പിക്കാം. My life between 22 years for 24 years. It's hard to believe that the wonderful journey is coming to end. At the age of 11, my father gave me freedom. And he told me that chase your dreams, but make sure you don't find shortcuts. Apart from a difficult one, above all, he told me nice human being. Thank you all, love you all. Thank you. ഇത്രയും മനോഹരമായ മെമിക്രി കേട്ടിട്ട് ഈ ഒരു കയ്യടിയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉറക്കെ കൈയടിച്ച്. അവിടെ പ്രോഗ്രാമിൻ്റെ സമാപന സമയത്തേക്ക് പ്രവേശിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ONGC മലയാളി സമാജം മുംബൈയുടെ സെക്രട്ടറി ശ്രീ അനിൽ ദിവാകരൻ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അത് ആരും വിഷമിക്കേണ്ട, ഉടനെ തന്നെ നമ്മൾ സദ്യയിലേക്ക് പ്രവേശിക്കുവാണ്. സാർ ഇപ്പോൾ വിഷയം വോട്ട് ഓഫ് താങ്ക്സ്, കൃതജ്ഞത അവതരിപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഞാൻ പെട്ടെന്ന് അവസാനിക്കുക. എല്ലാവർക്കും എനിക്കറിയാം, എല്ലാവരും On behalf of everyone present, I would like to extend my heartfelt thanks to all who contributed to making this event a success. ആദ്യമായി പ്രശസ്തനായ മലയാള സിനിമാ താരമായ ശ്രീ നന്ദു പോടുവാലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഈ അവസരം അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നിസ്തൂലമായ ബഹുമാനമാണ് അറിയിക്കുന്നത്. അതുപോലെ ശ്രദ്ധേയമായ പ്രകടനത്തിലൂടെ എല്ലാവരെയും ആനന്ദിപ്പിച്ച കേരളത്തിലെ പ്രശസ്ത മിമിക്രി കലാകാരൻ ശ്രീ രജി രാമപുരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരമ്പരാഗതമായ കേരളത്തിലെ കൈകൊട്ടിക്കളി നൃത്തം അതിമനോഹരമായി അവതരിപ്പിച്ച ടീമിന് ഞങ്ങളുടെ വലിയ നന്ദി. നിങ്ങളുടെ സമർപ്പണവും കഴിവും ഈ പരിപാടിക്ക് വലിയ സാംസ്കാരിക മൂല്യം നൽകി. Next, I would like to extend my thanks to Mr. Pavitran, who played the role of Mahabali so convincingly with such an authentic costume and presence. My special thanks to my dear friend Mr. Ganesh, who have arranged this hall such a short notice. Your efforts made everything come together seamlessly. My special thanks to Mr. Nair also. He has taken a lot of efforts for this. Additionally, I sincere thanks to press team, sound engineers, electricians, housekeeping team and caterers for their professional services, ensuring everything ran smoothly. Lastly, I would like to thank our audience for their enthusiastic participation. Your presence has truly made this event successful and memorable. Thanks to all. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ 2 വാക്ക് പറയാം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. പ്രത്യേകിച്ച് ഇന്നിവിടെ കൂടിയിരിക്കുന്നവരോട് എനിക്കൊരു വാക്ക് പറയാനുള്ളത്, പേശലമല്ലൊരു വസ്തു മുലകിൽ പ്രേക്ഷകരില്ലെന്നാൽ എന്നൊരു കവിത ഉള്ളൂരിൻ്റെയാണ്. നിങ്ങളിവിടെ വന്നതുകൊണ്ടാണ് ഈ യോഗം ഇന്ന് ഏറ്റവും സക്സസ് ആയത്. അതിനെല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അതുപോലെ ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കലാപരിപാടിയുടെ ഞങ്ങൾ മിസ്സായി പോയിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നതാണ്. ശ്രീമതി വീണ മാഡത്തിൻ്റെ ഒരു ഗാനം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ആലപിക്കുന്നതായിരിക്കും. നമ്മുടെ കൈകൊട്ടി കളി ടീമിൽ നിന്നുള്ള ആളാണ്. ആ ഗാനം അത് ഞങ്ങൾ നേരത്തെ പറയേണ്ടതായിരുന്നു, ക്ഷണിക്കാവുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. വീണ മാഡം ഇപ്പോൾ ഗാനം ആലപിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം.
ഞാൻ മാഡം തയ്യാറാവുന്നതിനിടയിൽ നമുക്കിപ്പോഴേ എല്ലാ സംഭവങ്ങളും നമ്മൾ ലാസ്റ്റ് മൂമെൻറ്റിൽ ലഭിച്ചതാണ്. ആ കാര്യത്തിൽ ഒത്തിരി പേരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അത് ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ താക്കത്തും നമ്മുടെ ശക്തിയും മനസ്സിലാവുന്നത്. അങ്ങനെ പ്രതിസന്ധികളിൽ ശക്തി കാണിച്ച ഒരു പ്രോഗ്രാമാണ് ഇന്ന്. എല്ലാ സഹകരിച്ചവർക്കും, പ്രത്യേകിച്ച് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം തന്നവർക്ക്, അതുപോലെ ഇത് ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് ഇപ്പം പോകുന്നുണ്ട്. RK സ്റ്റുഡിയോ നമുക്ക് ഫ്രീ ആയിട്ട് ലൈവ് സ്ട്രീമിംഗ് നൽകിയിരിക്കുകയാണ്. RK സ്റ്റുഡിയോയുടെ ശ്രീ രാധാകൃഷ്ണനോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് വന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രോഗ്രാം, ഇത്ര മനോഹരമായ ഒരു പ്രോഗ്രാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രമീകരിക്കാൻ സാധിച്ചു. ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ശ്രീ വീണ മാഡത്തിനെ ഗാനത്തിനായിട്ട് ക്ഷണിച്ചോളൂ. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ള മഹാബലിയെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ, എൻ്റെ വയറൊന്നും ഒന്നുമില്ല മഹാബലി കേരളത്തിലെ വയർ കാണിക്കുമ്പോൾ, പക്ഷെ ഒട്ടും വയറില്ലാത്ത സുന്ദര കുട്ടപ്പനായ ഒരു മഹാബലിയാണ് ബോംബെക്കാർക്കുള്ളത്. ബോംബെയിലെ ഏത് പരിപാടി നടത്തുമ്പോഴും ഞാൻ എപ്പോഴും ആഗ്രഹിക്കും, എന്തുകൊണ്ട് ഈ മഹാബലി ഇത്ര പൊണ്ണത്തടിയന് ഒന്നിനും കൊള്ളാത്ത ഒരു ബൊമ്മ പോലുള്ള മഹാബലി എല്ലാവരും അവതരിപ്പിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞ ഒരു രാജാവിന് ചേരുന്നൊന്നുമല്ല. രാജാവ് യോദ്ധാവാണ്. യോദ്ധാവ് എപ്പോഴും നല്ല സ്ട്രോങ് ബോഡിയും ഈ കുടവയറൊന്നും ഇല്ലാത്ത ആളാണ്. നമ്മുടെ പൗത്രൻ സാറ് ബോംബെക്കാരുടെ ഒരു അഭിമാനമാണ്. ഈ മഹാബലിക്ക് പ്രത്യേക ഒരു കയ്യടി കൊടുക്കുക. ഇപ്പോൾ മാഡം ഗാനം ആലപിക്കുന്നതായിരിക്കും. പടമായി
താങ്ക് യു വെരി മച്ച്. അതിമനോഹരമായ ഗാനമായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ സെഷൻ്റെ അവസാന പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കണം. അത് പങ്കെടുത്തിട്ട് പറ്റുന്നവരൊക്കെ മഹാബലിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് ആശീർവാദവും വാങ്ങിച്ചിട്ടേ പോകാവൂ. आप लोग सबके लिए हम लोग एकदम बढ़िया खाना अरेंज किया है. सब लोग है वो खा के जाने का है. अभी आप लोगों के लिए धन्यवाद है. ഒരു കാര്യം കൂടെ, ഞാനിപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ രാഷ്ട്രപിതാവിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യോഗം ആരംഭിച്ചത്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. വീണ്ടും ഒരു വട്ടം കൂടെ രാഷ്ട്രപിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ യോഗം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.